1962 പുസ്തകത്താളുകളിൽ സൂപ്പർ ഹീറോകൾക്ക് ജന്മം നൽകിയ മാർവൽ കൊമിക്സ് ഒരു തീരുമാനമെടുക്കുന്നു. ഉറച്ച ശരീരവും പക്വതയുള്ള പ്രായവും മാറ്റി നിർത്തി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടീനേജ് സൂപ്പർ ഹീറോയെ കൊണ്ടുവരണം. ദൗത്യമേറ്റെടുത്ത് സൂപ്പർ ഹീറോയെ തേടി മാർവൽ കൊമിക്സിന്റെ എഡിറ്റർ സ്റ്റാൻലി ഒരുപാട് അലഞ്ഞു. ഒടുവിൽ തന്റെ ഷെൽഫിൽ സ്ഥിരം വലകെട്ടി താമസിക്കാറുള്ള ചിലന്തിയിൽ നിന്നും ഒരു ടീനേജ് സൂപ്പർ ഹീറോയ്ക്ക് സ്റ്റാൻലി ജന്മം നൽകുന്നു. എന്നാൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ചിലന്തിയിൽ നിന്ന് ഇത്തരമൊരു സൂപ്പർ ഹീറോയെ ആവിഷ്കരിക്കുന്നത് വിഡ്ഢിത്തമാണെന്നും ഇതൊരു വില്ലൻ പരിവേഷം ക്യാരക്ടറിന് നൽകുമെന്നും ചൂണ്ടിക്കാട്ടി MC ബോർഡ് സ്റ്റാൻലിയുടെ ഫിക്ഷണൽ സൂപ്പർ ഹീറോയെ നിരസിക്കുന്നു. എന്നാൽ തന്റെ കഥാപാത്രത്തിൽ വിശ്വാസം അർപ്പിച്ച സ്റ്റാൻലി അമേസിംഗ് ഫാന്റസി എന്ന പേരിൽ തന്റെ സൂപ്പർ ഹീറോയെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഒരുപക്ഷെ 90കളിൽ കൗമാരക്കാരെ ടെലിവിഷനു പിന്നിൽ പിടിച്ചിരുത്തിയും ഇന്ന് 20കളിൽ കുട്ടികളെ കടകമ്പോളങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിർത്തിയും അന്ന് സ്റ്റാൻലിയുടെ കയ്യൊപ്പിൽ പിറന്ന സ്പൈഡർമാൻ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല.